കമ്മീഷണറെ, പൊന്നച്ചനകത്തായാൽ മദ്യദുരന്തം തീരുന്നു തോന്നുന്നുണ്ടോ? ചുമ്മാതാ. ഒരു വൈപ്പിൻ, പിന്നെ പുനലൂര്, കല്ലുവാതിക്കൽ, കല്ലമ്പലം, അതിങ്ങനെ മനുഷ്യചങ്ങല പോലെ നീളും. 15 പേരെ കൊന്നൊരു പൊന്നച്ചൻ പോയാൽ 100 പേരെ വിഷം കൊടുത്തു കൊല്ലാൻ മറ്റൊരു പൊന്നച്ചൻ വരും. വന്നില്ലെങ്കിൽ സാറിനെ പോലുള്ളവർ വരുത്തും. വരുത്താതിരിക്കാൻ പറ്റോ അനിയ? നിലനിൽക്കണ്ടേ? സത്യത്തിൽ ഇവിടെ ശിക്ഷിക്കേണ്ടത് പൊന്നച്ചന്മാരെ അല്ല സർ, അവരെ സൃഷ്ടിക്കുന്ന ഗുണശേഖരന്മാരെയാണ്. അവരിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങുകയും ധൂർത്തടിക്കുകയും മണിമന്ദിരങ്ങൾ പണിയുകയും ചെയ്യുന്ന നിങ്ങൾ രാജാവായിരുന്നുകൊണ്ട് തന്നെ പ്രജകൾക്ക് വിഷവീര്യം വിളമ്പാൻ കൂട്ടുനിൽക്കുന്നു. ഇതെല്ലാം അറിയുന്ന പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നു. എല്ലാം മനസ്സിലാക്കുന്ന പാവപ്പെട്ട നിയമപാലകർ നിങ്ങൾക്ക് വീണ്ടും സല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ മഹത്തായ ജനാധിപത്യത്തിന്റെ ഈ കറുത്ത ഭാഗത്താണ് സർ രാമനാഥൻ. പൊന്നച്ചന്റെ കുറ്റപത്രത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാർ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, പക്ഷെ സഹായിക്കണം. നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യല്ലേ? പൊന്നച്ചനെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ മന്ത്രി ഗുണശേഖരന്റെ കുടുംബ ഖജനാവിലോട്ടും അയാളുടെ പാർട്ടി ഖജനാവിലോട്ടും എത്ര കൊടുക്കാന്നാടോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? 1 കോടി. സാറിന് 10 ലക്ഷം രൂപ തരണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പൊന്നച്ചൻ പേരിന് നിന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുമെന്ന് സത്യമിട്ട് പറഞ്ഞതാ സാർ ഈ 2 മന്ത്രിമാരും. ഒടുവിൽ ഇപ്പോൾ പ്രശ്നം വന്നപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്കായി. ഒരു 100 കോടിയെങ്കിലും ഞങ്ങളെ കൊണ്ട് അവർ 5 വർഷമായി ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അപ്പോ നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയതിൻ്റെ 10-1 പോലും ഇല്ല സാർ. ഞങ്ങളെ രക്ഷിക്കണം സാർ. ചേട്ടന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ചേട്ടത്തെയും പിള്ളേരും ആത്മഹത്യ ചെയ്യും. രക്ഷിക്കാം, പക്ഷെ ഒരു ഉറപ്പ് തരണം. എന്തുറപ്പ് വേണേലും തരാം സാർ. ഇനി ഒരു ചില്ലിക്കാശ് പോലും എക്സൈസ് മന്ത്രി ഗുണശേഖരനോ അയാളുടെ ചീഞ്ഞു നാറിയ പാർട്ടിക്കോ കൊടുത്തു പോരുത് സാർ. മേലിൽ ഈ പണി ചെയ്യില്ല എന്ന് സത്യം ചെയ്യണം. എടോ, ഇങ്ങനെ കൊലച്ചോറുണ്ടാ തന്റെ വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും ഗതി കിട്ടുകയില്ല. പിന്നെ നിങ്ങളുടെ വിഷമദ്യം കഴിച്ച് മരിച്ചുപോയ ഒരു 15 പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. കണ്ണ് നഷ്ടപ്പെട്ട 8 പേരുണ്ട്, അവർക്ക് 3 ലക്ഷം രൂപ വീതം കൊടുക്കണം. പറ്റുമോ സാർ? അത് പറ്റില്ല, പറ, എനിക്ക് വേറെ പണിയുണ്ട്. കൊടുക്കാം സാർ. നാളെ തന്നെ വേണം. എന്റെ ആളെ തന്റെ കൂടെ വരും. പിന്നെ താൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ 10 ലക്ഷം രൂപയും അയാളുടെ തന്നെ കൊടുത്താൽ മതി. തന്റെ ചേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ഞാനാ പറയുന്നത്. ഈ ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല സാർ. മറന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പൊ പറഞ്ഞൊന്നും മറക്കരുത്. നാളെ തന്നെ പറഞ്ഞ രൂപ കൊടുത്തിരിക്കണം. മറ്റാരും ഇവരെ അറിയാനും പാടില്ല. മന്ത്രിയോട് എന്നെ പറ്റി 10 ചീത്ത പറഞ്ഞിട്ട് താൻ വയ്ക്കോ സാർ.